ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി രീതിയിൽ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാൻ പോവാണ്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് വേണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇച്ചിരി തൈരും കൂടെ ചേർത്തിട്ട് കൈവച്ചൊന്ന് ഞെരടി കുറച്ച് നേരം 1 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ആ വെക്കുന്ന സമയത്താണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ചൂട് ആറി കിട്ടുമ്പോഴത്തേക്ക് വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തതായി ഇതേപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഞാൻ നെയ്യ് ചേർത്തെടുത്തു. അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. കൂടെ തന്നെ ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം തൊട്ടടുത്ത അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ തന്നെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരപ്പിൽ നമുക്കതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ മസാല ഫുള്ളോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ചെയ്യുമ്പോൾ ചിക്കൻ ടേസ്റ്റും കൂടുതലാണ്. പിന്നെ നെയ്യ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പി തയ്യാറായിട്ടുണ്ട്.